ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയൊരു ഫിസിക്കൽ അസോർട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് ലൈവിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ക്ലാരിറ്റി എപ്പിസോഡിൽ വരുമായിരിക്കും. അപ്പൊ കണ്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എപ്പിസോഡ് കണ്ടപ്പോ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്ത് സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ ഇന്നത്തെ എപ്പിസോഡ്? ഇന്ന് എനിക്ക് എന്തായാലും എപ്പിസോഡ് കണ്ടപ്പോ റസ്മിനെ പിടിച്ച് പുറത്താക്കണമായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. കാരണം എന്ത് ചെയ്യാനാ, പാവം ജാസ്മിന് അത് ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പരാതി ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് അല്ലെ. ശരിക്കും പരാതി ഉണ്ടെന്ന് പറയണമായിരുന്നു. റസ്മിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. കാരണം അത്രയും വലിയ തെറ്റ് തന്നെയാണ് റസ്മിൻ ജാസ്മിന്റെ അടുത്ത് ചെയ്തത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തായാലും നമുക്ക് അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. വീഡിയോ ആദ്യത്തെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഇട്ട് പോകാം. ഇന്ന് സംഭവം വേറെ ഒന്നല്ല നടന്നത്. ജാസ്മിന് നമ്മുടെ ശതമാനം കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം റോബോട്ടിന്റെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ടിങ് എടുത്ത് നോക്കുവാണെങ്കിൽ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ റോബോന്റെ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളതായിട്ട് അഡാപ്റ്റ് ആയി. പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ശതമാനം വന്നതിന് ശേഷമാണ് പറഞ്ഞത് റോബോയുടെ ഡാൻസ് കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പവർ റിവിനൊക്കെ ബാക്കി നേരം വന്നിരുന്നു. ലാസ്റ്റ് പവർ റിവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ വരാനായിട്ട്. അപ്പൊ ഇവർക്കും വന്നിരിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു ഈ പവർ റൂമിന്റെ കാര്യം. കാരണം അവർക്ക് ഇതിനകത്ത് മത്സരിക്കുന്നില്ല. അതായത് അവര് ഇതിനകത്ത് പവർ റൂമിന് വേണ്ടിയുള്ള മത്സരമാണല്ലോ. അപ്പോൾ അവർ ഓൾറെഡി പവർ റൂമിലായതുകൊണ്ടായിരിക്കണം അവർക്ക് ഇത്ര അഹങ്കാരമായിട്ട് അവർ ഒരുമാതിരി എപ്പോഴും ഒന്നില്ലെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഒരു കൊടുക്കുന്നില്ല. കാരണം അവർക്ക് നല്ല മനോഹരമായിട്ട് ഈ ടാസ്ക് ചെയ്യായിരുന്നു. കാരണം അവരും കൂടെ ഉൾപ്പെടുത്തിയ ടാസ്ക് ആയതുകൊണ്ടാണ് ബിഗ് ബോസ് അവർക്ക് ഈ ഓണേഴ്സ് എന്നൊരു പദവി കൊടുത്തും ആ ഡ്രസ്സ് അവർക്ക് കൊടുത്തും. അവർ ആ ടാസ്കിനകത്ത് ഇല്ലെങ്കിൽ അവർക്ക് ആ ഡ്രസ്സും കൊടുക്കേണ്ട, അങ്ങനത്തെ ഒരു പദവിയും കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഭാഗം ഒന്നും ചെയ്തില്ല. ചുമ്മാ വലിയ എന്തോ അധികാരം കിട്ടിയ ആൾക്കാരെ പോലെ കൈ മടക്കി ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ എന്താണ് അവർ കാണിക്കുന്നത് അവിടെ? ശരിക്കും നല്ല രീതിയിൽ ദേഷ്യം വന്നു. എന്ത് തോന്നിവാസമാണ് അവരെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു പവറും കിട്ടിയെന്ന് വെച്ചിട്ട് പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നല്ല ബിഹേവ് ചെയ്യേണ്ട. അൻസിബിക്കാണെങ്കിൽ ഭയങ്കര അഹങ്കാരമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാള് കണ്ട ഒരു അൻസിബി അല്ല ഇപ്പൊ പവർ റൂമിൽ കയറിയതിനു ശേഷം കാണുന്നത്. ശരിക്കുമുള്ള സ്വഭാവം ഇപ്പോഴാണെന്ന് തോന്നുന്നു പുറത്ത് വരുന്നത്. എന്തായാലും ഈ റസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റസ്മിൻ എനിക്ക് തോന്നുന്നു ഗബ്രി പോകുന്നതിന് മുമ്പ് തൊട്ട് ഈ ജസ്മിന്റെ ഈ സ്വഭാവം മാറി തുടങ്ങി. കാരണം റസ്മിന് മനസ്സിലായി ഈ ഗബ്രിക്കും ജാസ്മിനും പുറത്ത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ കോംബോ ശരിക്കും നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അന്ന് ഒരു കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ പവർ റൂമിനത് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് റസ്മിൻ ഭയങ്കരമായിട്ട് കരയുന്നു അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തൊട്ടേ റസ്മിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉൾവലിച്ച് നിൽക്കുന്നുണ്ട് ജാസ്മിന്റെ അടുത്തുനിന്ന്. അപ്പൊ ഗബ്രി പോയിട്ടാണെങ്കിൽ അതായത് ജാസ്മിന്റെ അടുത്തോട്ട് പോകുന്നില്ല. പക്ഷെ ജാസ്മിന്റെ അടുത്ത് ഇപ്പോ ഈ നമ്മുടെ ഈ റസ്മിൻ കാണിക്കുന്നത് മഹാമണ്ടത്തരം. റസ്മിന് തന്നെ അത് ഏറ്റവും വലിയ നെഗറ്റീവ് ആണ് റസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നാൾ ഡേ 1 തൊട്ട് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ കുറച്ചാഴ്ച വരെയും ഈ ജാസ്മിനും ഈ ഗബ്രീനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തെറ്റുകളും മറച്ചു വെച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്ന റസ്മിൻ ഇപ്പൊ പെട്ടെന്ന് ഒറ്റയടിക്ക് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങള് ചെയ്തതെല്ലാം തെറ്റായി, നിങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നാന്നൊക്കെ പറഞ്ഞ് ഈ ജാസ്മിനെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം റസ്മിന്റെ അത് വൃത്തികെട്ടൊരു പ്ലേ ആയിട്ട് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അതേ തുടർന്ന് തന്നെ കുറെ ദിവസമായിട്ട് അവർ തമ്മിൽ ഒരു സംഘർഷമുണ്ട്. അവർ മിണ്ടുന്നൊന്നുമില്ല. അപ്പൊ അതിനുശേഷമാണ് ഈ റോബോട്ടായിട്ട് നമ്മുടെ റസ്മിനെയും ഈ പവർ റൂമിനെ ആൾക്കാരെ വിളിക്കാൻ പോകുന്നത്. ആ സമയത്ത് ജാസ്മിൻ നല്ല ക്ലിയർ ആയിട്ട് അവളുടെ ടാസ്ക് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നല്ല രസത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവരാണ് ഈ പവർ റൂമിലെ ആൾക്കാരാണ് വലിയ അഹങ്കാരം പിടിച്ചിട്ട് ഇവർക്ക് അവിടെ വന്നിരുന്ന് കണ്ടാൽ എന്താ കാര്യം? ഗസ്റ്റ് അല്ലേ വിളിക്കുന്നത്, അതല്ലാതെ വേറെ കണ്ടസ്റ്റൻസിന്റെ ഇതൊന്നും അല്ലല്ലോ വിളിക്കുന്നത്. ഗസ്റ്റ് വന്ന് വിളിക്കുമ്പോ പവർ റൂം ആണെങ്കിലും ആരാണെങ്കിലും അവിടെ വന്നിരുന്ന് കണ്ടാൽ എന്താണ് കുഴപ്പം? ഒരു ടാസ്ക് അത്ര മനോഹരമായിട്ട് ചെയ്തുകൂടെ ഇവർക്ക് ഈ ടാസ്ക് ഒന്നും അങ്ങനെ ഒന്നുമില്ല. സ്വന്തം അഹങ്കാരവും ബാക്കി വലിയ പവർ റൂമിലെ ആൾക്കാർ ഇവരാരാ? പവർ റൂമിലെ ആൾക്കാരെ കൊണ്ട് ഇവരാരാ? എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് അവിടെ കിടന്നിട്ട്? എന്നിട്ട് എത്ര വട്ടാന്നറിയോ അവള് വിളിച്ചത്? ജസ്റ്റ് ഒന്നുകൂടെ പോയിന്ന് അവർക്ക് എന്താ കുഴപ്പം? ഒരു മനുഷ്യനല്ലേ വിളിക്കുന്നത്. കുറെ നേരം കൊണ്ട് വിളിക്കുമ്പോൾ ആർക്കാരും ദേഷ്യം. പക്ഷെ അവിടെ ജാസ്മിൻ ഒട്ടും ദേഷ്യമൊന്നും കാണിച്ചില്ല. ജാസ്മിന്റെ ആ പെർഫോമൻസിന് ഒരു ക്ലാപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം എന്തായാലും ജാസ്മിൻ അടിപൊളി തന്നെയായിരുന്നു. എന്നിട്ട് റസ്മിനും അൻസിബയും അവിടെ നിൽക്കുന്നുണ്ട്. അവരിടയിൽ കുറെ പ്രൊവോക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ എന്തായാലും ആവട്ടെ. എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് ഇവര് മൈൻഡേ ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇന്ന് ഗ്യാസ് പോയി ഓഫ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ജാസ്മിൻ പോയി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ആ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചത് നമ്മളെ കാണിച്ചിട്ടില്ല. പ്രേക്ഷകർ ഒന്നും കാണിച്ചിട്ടില്ല.
പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതൊരു എപ്പിസോഡ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരത് കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ജാസ്മിൻ പരാതി ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോ കാണിക്കാതിരുന്നത്. അതുകൊണ്ടാണെങ്കിൽ പോലും നമ്മളെ കാണിക്കണം. കാരണം ഇവരെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയം എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളൊരു സംശയം വരും. ഇത് ഇപ്പൊ പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് എനിക്കായാലും പ്രേക്ഷകരും പോട്ടെ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടാണ് എനിക്കായാലും മനസ്സിലായത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന്. അതായത് റസ്മിൻ ഈ ഓഫ് ചെയ്തപ്പോഴത്തേക്കും റസ്മിന്റെ കൈ തട്ടി മാറ്റി, റസ്മിന്റെ അല്ല ജാസ്മിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ജാസ്മിന്റെ കഴുത്തിൽ പിടിച്ചപ്പോഴാണ് ഇങ്ങനെ നല്ല പിടുത്തം പിടിച്ചോണ്ടായിരിക്കുമല്ലോ ആ മാല പൊട്ടിപ്പോകുന്നത്. മാലയും പൊട്ടിപ്പോകുന്നു, നമ്മുടെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റും താഴെ വീണ് പൊട്ടി. ഇതാണ് സംഭവിച്ചത്. അതപ്പോ അവിടെ നല്ല രീതിയിലുള്ള ഒരു പിടുത്തം വന്നിട്ടുണ്ട്. നല്ല മുറുക്കി തന്നെ ആയിരിക്കും പിടിച്ചു കാണാം. അതുകൊണ്ടാണ് മാല പൊട്ടിപ്പോകുന്നത്. അപ്പത്തേക്കും ജാസ്മിൻ എന്നിട്ടും ആ റോള്, അതായത് ആ റോബോട്ട് എന്നുള്ള പറഞ്ഞ ഒരു ടാസ്കിൻ്റെത് അത് ഒട്ടും കൈവിടാതെ തന്നെ അപ്പോഴും കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട് അവിടെ വന്നിരിക്കണം, ഓണേഴ്സ് വന്നിരിക്കണം എന്ന്. അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. കാരണം ആൾ അത്രയും മനോഹരമായ ഒരു ടാസ്ക് അതിലത്രയും ഇത് കൊടുത്ത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അത്രയും ഇതായിട്ട് ചെയ്തത്. എന്നിട്ടും അവരവിടെ ഈ റസ്മിന്റെ ഒരു എന്താ പറയാ ഒരുമാതിരി ഗുണ്ടകളെ പോലെയുള്ള പെരുമാറ്റവും ഒരുമാതിരി ഉള്ളത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു എല്ലാരും ലിവിങ് ഏരിയ വന്നിരിക്കാൻ പറഞ്ഞു. ലിവിങ് ഏരിയ വന്നിരിക്കാൻ പറഞ്ഞപ്പോ പിന്നെ റസ്മിൻ ഭയങ്കര കലിപ്പിലാണ് ഇരിക്കുന്നത്. ജാസ്മിൻ ആകെ സങ്കടത്തിലാണ്. ഭയങ്കരമായിട്ട് അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. റസ്മിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ സങ്കടമാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നോറ എന്തോ റസ്മിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തി കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. അപ്പോഴാണ് നോറയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ വലിയ വഴക്കാക്കുന്നത്. അതായത് നോറയാണ് റസ്മിനെ ഇങ്ങനെ വിഷം കുത്തി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ അതിന് യോജിക്കുന്നില്ല. കാരണം ഇത് നോറയുടെ ഭാഗത്തിടേണ്ട കാര്യമില്ല. കാരണം ഇത് റസ്മിൻ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ മാറി മാറി നടക്കാണ്. റസ്മിന്റെ ഒരു വിചാരം എന്താ വെച്ചാൽ എന്തായാലും എനിക്കിപ്പോ നെഗറ്റീവ് ആണെന്ന് റസ്മിന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനിപ്പോ ഇനി ഇവളുടെ കൂടെ ഇവളെ മാറ്റിയത് ഇവൾക്കെതിരെ നിന്ന് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും റസ്മിന്റെ വിചാരം. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തായാലും ഇത്രയും ദിവസമായിട്ടും 24 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കറിയാം ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നും ഇവരൊക്കെ എന്താണോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ റസ്മിൻ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്ത് ജാസ്മിനെ തള്ളി പറഞ്ഞാലും ജാസ്മിന് വേണമെങ്കിൽ സപ്പോർട്ട് കൂടാം. റസ്മിന് ഒരിക്കലും സപ്പോർട്ട് കൂടാൻ പോകുന്നില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതെന്തായാലും റസ്മിൻ അവിടെ തന്നെ മടക്കി വെച്ചോട്ടെ. ഇനിയും നന്നായിട്ട് കളിക്കാൻ നോക്കും എന്തായാലും. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ പിന്നെ റസ്മിന് നോറയ്ക്ക് പിന്നെ കുറെ വിഷമൊക്കെ ആയി കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ ഇവിടെ ഇതിനകത്ത് വിളിച്ചു, ഇവിടെ കൺഫ്യൂഷൻ റൂമിനകത്ത് വിളിച്ചു നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഈ റസ്മിനും. എന്നിട്ട് ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പരാതി ഉണ്ടോന്ന് ചോദിച്ചപ്പം ഇല്ല എനിക്ക് പരാതി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ആ പരാതി ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ബിഗ് ബോസ് പിന്നെ എനിക്ക് കാണിക്കാഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം ജാസ്മിൻ പരാതി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വേറെ ജിൻഡോയോ വേറെ ആരെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അത് ക്ഷമിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ റസ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് ക്ഷമിച്ചു കൊടുത്തത്. എന്നിരുന്നാൽ പോലും റസ്മിനെ ആ ക്ഷമ ശരിക്കും ആവശ്യമില്ലായിരുന്നു. കാരണം റസ്മിൻ പുറത്തു പോകേണ്ട ആള് തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷെ ജാസ്മിൻ അത് ക്ഷമിച്ചു കൊടുത്തു. പിന്നെ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് അവസാനം. അപ്പൊ ഇവള് പറയുന്നുണ്ട്, അതായത് റസ്മിൻ പറയുന്നുണ്ട് നീ ഗബ്രി എന്നുള്ള എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണമുള്ള ദേഷ്യമാണ്. അപ്പത്തേക്ക് അതൊന്നും ഇവള് പറയേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാ ഇവൾക്ക് മുന്നേ പറയായിരുന്നല്ലോ, ഇപ്പോഴാണ് അവള് പറയേണ്ടത്. അങ്ങനെ അത് ക്ഷമിച്ചു കഴിഞ്ഞു. പിന്നെ പുറത്ത് ഇവര് വന്നു. പിന്നെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഈ പ്രശ്നം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. നീ ഇതിനെ കുറിച്ച് സംസാരം വേണ്ടാന്ന്. ഇനിയിപ്പോ ഓൾറെഡി ഇനിയിപ്പം കാണിച്ചില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. ഇനി പ്രേക്ഷകരെ മീൻസ് ഇനി അത് പറഞ്ഞ ഒരു വലിയ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചു ആയിരിക്കാം അങ്ങനെ പറഞ്ഞു. പിന്നെ അവർ പോന്നു. പിന്നെ അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അൻസിബയുടെ ഒരു കരച്ചിലുണ്ട് അവിടെ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അൻസിബ എന്തിനാണോ കരഞ്ഞത്? കുറെ നേരം കൊണ്ട് ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അത് കരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചെന്ന് അറിയാം. എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അവിടെ അൻസിബയ്ക്കൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഋഷി പവർ റൂമിൽ വന്നിട്ട് വാ പുറത്തോട്ട് വാ, കാരണം ഋഷിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പുറത്തോട്ട് വാ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഗ്യാസ് ഓഫ് ചെയ്തല്ലോ. അപ്പത്തേക്ക് എണ്ണയിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നല്ലോ. അപ്പൊ എണ്ണ എന്തെങ്കിലും ആയാലോ എന്നുള്ള പേടിച്ചുകൊണ്ടുള്ള കരച്ചിലായിരുന്നു അതൊന്നും. അതിന്റെ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ വരേണ്ട അത്രയും വലിയ സംഭവമാണ് അത്. ഇവിടെ റസ്മിനും ജാസ്മിനും വരെ ആ പ്രശ്നം തീർന്നു. പക്ഷെ നമ്മുടെ അൻസിബ ഇപ്പോഴും എണ്ണ തെറിച്ചേനെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. അൻസിബ എന്നിട്ട് അത് നമ്മുടെ ജാസ്മിന്റെ
തലയിലിടാൻ വേണ്ടിട്ട് നോക്കുക. കാരണം ജാസ്മിനും അൻസിബയും തമ്മിലുള്ള പ്രശ്നം കുറെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങിയതല്ലേ. അന്ന് തൊട്ടേ അൻസിബയ്ക്ക് ജാസ്മിന് ഇഷ്ടമല്ല. ജാസ്മിനെ ഫുൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ റൂമിൽ വന്നതിന് ശേഷം ഫുൾ അൻസിബ ജാസ്മിൻ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യം ഇപ്പം റസ്മിന്റെ അടുത്താണെങ്കിലും നോറയുടെ അടുത്തായാലും അഭിഷേകിന്റെ അടുത്തായാലും ഒക്കെ പറയുന്നുണ്ട്. ഈ ജാസ്മിനെ മറ്റേ ശ്രീലേഖയുടെ ടീമിനകത്ത് ഇട്ടത് തന്നെ ജാസ്മിൻ പണിയെടുക്കുന്നില്ലല്ലോ. അപ്പൊ ശ്രീലേഖയ്ക്ക് അധികം പണിയെടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ പണിയെടുക്കട്ടെ നന്നായിട്ട് നല്ലൊരു ഇത് വെച്ചിട്ടാണ് ഇട്ടത് തന്നെ. അപ്പൊ അതൊക്കെ ഓക്കെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ പിന്നെയും ഈ റസ്മിന്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളാ. ഈ ജാസ്മിനെ കുറിച്ചുള്ള കുറ്റം മാത്രമാണ് അൻസിബയ്ക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരാളുടെ വ്യക്തിവൈരാഗ്യം ഇങ്ങനെ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല. ജാസ്മിൻ പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. ജാസ്മിനും ജിൻഡോ ഒക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാസ്മിനും ജിൻഡോ ഒക്കെ മിക്കപ്പോഴും അടിയാണ്. പക്ഷെ അടി കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർ സംസാരിക്കുന്നതും കാണാം. അവര് തമ്മിൽ ആ പ്രശ്നം മറന്നുപോകും. പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാനും. അങ്ങനെ വേണം ശരിക്കും ഒരു ഗെയിം കളിക്കേണ്ടത്. ആ ഒരു വിദ്വേഷം വെച്ചോണ്ടിരിക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മനസ്സിലൊന്നും വെക്കാതെ പിന്നീട് അങ്ങോട്ട് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ അൻസിബയ്ക്കാണെങ്കിൽ ഫുള്ള് ഒരാളുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് മിണ്ടത്തും ഇല്ല. പിന്നെ ഭയങ്കര വിദ്വേഷമായിരിക്കും. അത് അൻസിബ അവിടെ വിസിബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ അൻസിബന്റെ ഒരു ക്യാരക്ടർ അങ്ങ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അൻസിബ എന്തായാലും ഫുൾ നെഗറ്റീവ് ആകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. പവറുമുള്ള എല്ലാവരും ഫുൾ നെഗറ്റീവ് ആണ്. അവർക്ക് എങ്ങനെ പവർ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അല്ലാതെ ഭയങ്കരമായ രീതിയിൽ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടുള്ള അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് ഈ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇതൊക്കെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു അഭിപ്രായം? ജാസ്മിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ഇടുക. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.